പ്രിയമുള്ളവരെ, ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട്. സ്പർശലിപി ഈ കഥ കേൾക്കൂ. ഓലോലം കാട്ടിലെ മൃഗങ്ങൾ ഒരുമയോടെ സ്നേഹത്തോടെ കഴിഞ്ഞു വന്നിരുന്നു. അവിടെയുള്ള മൃഗക്കുട്ടികൾ ഒത്തൊരുമയോടെ പാഠങ്ങൾ പഠിച്ചു, കളി കളിച്ചു, ഒരുമിച്ച് സന്തോഷിച്ചു. പക്ഷേ അവിടെ കാഴ്ചയില്ലാത്ത ഒരു കുട്ടിക്കുരങ്ങനുണ്ടായിരുന്നു, കുഞ്ഞൻ. കുഞ്ഞന് കാടിൻ്റെ ശബ്ദങ്ങൾ കേൾക്കാമായിരുന്നു, ഇലകളുടെ സ്പർശം തിരിച്ചറിയാമായിരുന്നു. പക്ഷേ നിറങ്ങളും രൂപങ്ങളും അവൻ അറിയില്ലായിരുന്നു. ഒരു ദിവസം കാട്ടിൽ ഒരു വലിയ യോഗം വിളിച്ചു. ഇന്ന് കാട്ടിലെ അറിവ് ദിനം. എല്ലാവരും കൂട്ടമായി വന്നു. സിംഹം, മാൻ, കുരങ്ങൻ, ആന, അണ്ണാൻ, മുയൽ, കിളികൾ എല്ലാം. മൂങ്ങമുത്തശ്ശി പറഞ്ഞു, ഇന്ന് നമുക്ക് അറിവിനെക്കുറിച്ച് സംസാരിക്കാം. പക്ഷേ കുഞ്ഞൻ എങ്ങനെ വായിക്കാനാവും? എല്ലാവരും ചിന്തിച്ചു. അപ്പോൾ കുഞ്ഞൻ പതുക്കെ മുന്നോട്ട് വന്നു. അവൻ്റെ കയ്യിൽ ഒരു ചെറിയ മരത്തടി ഉണ്ടായിരുന്നു. അതിൽ പൊന്തി നിൽക്കുന്ന തടിപ്പുകൾ പോലെ കൊത്തിയ ചെറു കുത്തുകളുണ്ട്. 3-4 വരികളിലായി വൃത്തിയായി ക്രമീകരിച്ചത്. ഇത് എൻ്റെ വായനയാണ്, കുഞ്ഞൻ പറഞ്ഞു. വർഷങ്ങൾക്ക് മുമ്പ് ബ്രെയിൽ എന്നു പേരുള്ള ഒരു മനുഷ്യൻ കണ്ടുപിടിച്ച ലിപി. അതുപോലെ കാട്ടിൽ ഞങ്ങൾ ഇതിനെ സ്പർശലിപി എന്ന് വിളിക്കുന്നു. അവൻ കൈകൾ കൊണ്ട് ആ കുത്തുകളിലൂടെ സാവധാനം വിരലോടിച്ചു. ഈ കുത്തുകൾ കൊണ്ട് അക്ഷരങ്ങളും അക്കങ്ങളും അടയാളങ്ങളും ഉണ്ടാക്കാം. കണ്ണുകളില്ലെങ്കിലും അറിവിലേക്കുള്ള വഴി അടയുന്നില്ല. കുരങ്ങൻ ചിരിച്ചു. കാണുന്നില്ലെങ്കിലും ഞങ്ങളെക്കാൾ കൂടുതൽ അറിയുന്നുവല്ലോ, ദൊപ്പു ആന പറഞ്ഞു. കുഞ്ഞൻ സ്നേഹത്തോടെ മറുപടി നൽകി, കാഴ്ചയില്ലായ്മ ദൗർബല്യമല്ല, അത് പരിഹരിക്കാനുള്ള അവസരം കിട്ടാതിരിക്കുന്നതാണ് ദൗർബല്യം. സിംഹരാജാവ് എഴുന്നേറ്റു പറഞ്ഞു, ഇന്നു മുതൽ കാട്ടിലെ എല്ലാ പാഠശാലകളിലും ഈ സ്പർശലിപി ഉണ്ടാകും. കണ്ണുകൊണ്ട് കാണുന്നവരും കാണാത്തവരും ഒരുപോലെ പഠിക്കണം. അന്നു മുതൽ കാട്ടിൽ പുതിയൊരു പതിവ് തുടങ്ങി. മൃഗങ്ങൾ ഇലകളിലും മരത്തടികളിലും കുത്തുകൾ കൊത്തിപ്പടിച്ചു. മുയൽ വിരലുകൾ കൊണ്ട് വായിക്കാൻ തുടങ്ങി. മാൻ ശ്രദ്ധയോടെ സ്പർശിച്ചു. കിളികൾ പാട്ടായി അത് പഠിച്ചു. അങ്ങനെ ഒരു ദിവസം രാത്രിയായപ്പോൾ കാട് നിശബ്ദമായ സമയത്ത് കുഞ്ഞൻ ഒരു മരത്തിൻ്റെ ചുവട്ടിലിരുന്ന് കുത്തുകളിലൂടെ ഒരു വാക്ക് വായിച്ചു, അവകാശം. അവൻ പുഞ്ചിരിച്ചു. കണ്ണുകൾക്ക് കാണാനാവാതിരുന്നാലും കാട്ടിലെ എല്ലാവരും ഇന്ന് ഒരു കാര്യം വ്യക്തമായി കണ്ടിരുന്നു. അറിവിന് കണ്ണുകൾ നിർബന്ധമില്ല. ഹൃദയവും അവസരവുമാണ് ഏറെ അത്യാവശ്യം. ഇന്ന് കാട്ടിൽ എല്ലാവരും പഠിക്കാൻ തുടങ്ങി. പരിമിതികളെ മറികടന്ന് മുന്നേറാൻ അവർ പരിശീലിച്ചു. കാഴ്ച പരിമിതിയുള്ളവർക്ക് അറിവിൻ്റെ ലോകം ചൂണ്ടിക്കാണിച്ച കുഞ്ഞനെ അവർ ഗുരുതുല്യനായി കരുതി.